ഹലോ, എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ പിള്ളേർ കുഞ്ഞിനും കുഞ്ഞാറ്റും കൂടി സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ് കേട്ടോ. ഏതോ പാപ്പിലിയോ വണ്ടർലാൻഡിലേക്കാണ് മറ്റോടെ പോണത്, മലപ്പുറത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മൾ മടി പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവിടെയൊക്കെ ഇടുന്ന് പുഴുത്തു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പിള്ളേഴ്സൊന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനിത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻട്രോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നുമില്ല, അതുകൊണ്ടാണ് വേഗം തന്നെ എടുത്തത്. അപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുട്ടി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. നേരത്തോടെ പോകണം. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം പോകാനുള്ള ബാഗുകളൊക്കെ ഒന്ന് റെഡിയാക്കണം. ബാഗുകൾ റെഡിയാക്കി എടുത്തപ്പോൾ അതിനകത്തുള്ള ചണ്ടിയും ചമ്മലും എല്ലാതും ഉണ്ടായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങൾ, ചെരുപ്പിൻ്റെ സ്ട്രാപ്പ് വരെ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ബാഗിലാണെങ്കിൽ ടാഗ്, അതുപോലെ ബെൽറ്റ്, ഐറ്റംസ്. അവൻ്റെ ബാഗിൽ പിന്നെ ബുക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഞ്ഞാറ്റ് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് അതായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ബാഗിൽ ഇത്രയധികം ചപ്പും ചമ്മലിട്ടാം. അപ്പോൾ നമ്മൾ ആപ്പിളാണ് കൊടുത്തയക്കുന്നത്. പിന്നെ മിച്ചറും കുഞ്ഞാറ്റയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം മിച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സ് കൈപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുക എന്താണെന്ന് വിചാരിച്ചിട്ട് ഛർദ്ദിക്കുക എന്താണെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. അപ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അവർ യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് കുഞ്ഞാറ്റ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മളത് ചോറ്റും പാത്രത്തിൽ ആപ്പിള് മുറിക്കാതെ തന്നെ ഇട്ട് വെച്ചേക്കാണ്. കാരണം മുറിച്ച് കഴിഞ്ഞാൽ അതൊരു കറുത്ത കളർ വരും. അപ്പോൾ ചിലപ്പോൾ തിന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മുറിക്കാതെ ഇട്ടു. 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ട് വെച്ചിട്ട് പിന്നെ വെള്ളം കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ വെള്ളം കുപ്പി ചോറ്റും പാത്രം 2 കുപ്പി ഒന്നല്ലേ കുഞ്ഞ. വെക്കേ, അതില് ആപ്പിൾ ഉണ്ട് കേട്ടാ. അടച്ചോ. ഇനി നീ എടുത്തേക്ക്. പാൻ്റ് എടുത്തച്ചാ ഇതില് വലിയ കളിയിൽ വെച്ചോ. എന്താ ഒരു ശുഷ്കാന്തി. സ്കൂളിൽ പോവാൻ അങ്ങനെ റെഡി ആവില്ല ഇവർ. ടൂറ് പോകാനപ്പോൾ നേരത്തെ എഴുന്നേക്കണ്, ബാഗ് റെഡിയാക്കണ്, ഡ്രസ്സ് എടുത്ത് വെക്കണ്. അടക്കി സിബ് അടക്കി. നേരെ ടൂറ് പോവാ. കുഞ്ഞൻ്റെ കളിപ്പാട്ടം നോക്കിയാടാ. സൂപ്പറായിട്ടില്ലേ? കുഞ്ഞാറ്റിക്ക് അടി വേണം. തായോ ഞാൻ ഒന്ന് തരാം. എനിക്ക് 2 അടിയുടെ കുറവുണ്ട്. എനിക്ക് വേണ? അയ്യോ വേണ്ട വേണ്ട, വിട്ടോ 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 വിട്ടോ. നമുക്ക് പിന്നെ പിടികൂടാവളെ. ഇപ്പൊ വിട്ടോ. ഇപ്പൊ ടൂറ് പോവല്ലേ. നീ തല്ലൂടായിരുന്നു. വിട്ടോ വിട്ടോ. അവിടെ ഒരു അടി കഴിഞ്ഞു. അമ്മയ്ക്ക് ഉമ്മ തന്നോ? വാ, അവൾക്ക് ഉമ്മ കൊടുക്കണ്ട. അയ്യോ അയ്യോ. അവനും തരും. വാടാ വായ വായ. ഓക്കെ, മതി മതി മതി. ഉമ്മ കുളിക്കാ പോയിട്ട്. വേണം, കുളിച്ചിട്ട് വേണം പോവാ. വേണം വേണം വേണം. കുളിക്കാൻ പോയിട്ട് വാ. കുളിച്ചിട്ട് വരാട്ടോ. അപ്പോൾ അതാ കുഞ്ഞിൻ്റെ കുളിയും ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് കണ്ടോ? വീഡിയോ എടുക്കുന്നവനറിയാം. അപ്പം മുടി നന്നായിട്ട് പറ്റ പോലെ വെട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ കൂറിയൊക്കെ തൊട്ട് നല്ല ചുള്ളനായിട്ട് ഇനി ടൂർ പോവുകയാണ്. കുഞ്ഞിനെ ആദ്യമായിട്ടാണ് ടൂർ പറഞ്ഞയക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞയച്ചില്ല. 2 പേരും ഛർദ്ദിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം പറഞ്ഞയച്ചില്ല. കഴിഞ്ഞ കൊല്ലം കുഞ്ഞാറ്റയും പോയില്ല. അപ്പോൾ അതിന് മുന്നത്തോളം കുഞ്ഞാറ്റ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയുടെ സെക്കൻഡ് ടൂറാണ്, കുഞ്ഞിൻ്റെ ആദ്യത്തെ ടൂറാണ്. അപ്പോൾ കുഞ്ഞാറ്റയുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ ഒരു പൊട്ട് കുത്തി കൊടുത്തു, അത്ര തന്നെ കേട്ടോ.
ഞങ്ങൾ ഇറങ്ങണതും ആട്ടണ്ട നിങ്ങളുടെ മക്കളാരെങ്കിലും ഇതുപോലെ മുടിയാട്ടി നടക്കുമോ? നമ്മളൊക്കെ പണ്ട് കുറേ നടന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കുഞ്ഞ് ഭയങ്കര തിരക്കടിച്ച് പോകണ്ടിട്ടാ. നേരം വൈകി 8:45 അവർ പോണത്. 8:45 വണ്ടി. ഇപ്പം സമയം 8:35. അപ്പോൾ ഇനി ചേച്ചിയുടെ മോനുണ്ട്, അവനെ എടുത്തിട്ട് വേണം പോവാൻ. വണ്ടി വിളിച്ചിട്ടുണ്ട്, അപ്പം അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ പോയിട്ട് വരാൻ പറ കുഞ്ഞാറ്റാ. കുഞ്ഞൻ പറ, കുഞ്ഞ പറയടാ. ഞാൻ പറഞ്ഞില്ല, അവന് കുറച്ച് എന്താ പറയുക, ഫോണിൽ വീഡിയോയിലൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കി തുടരെ കാണാട്ടാ. നോക്കുന്നുണ്ട് കുഞ്ഞൊന്ന് നോക്കടാ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നോ രക്ഷ. അപ്പോൾ ഓക്കെ ബൈ. അപ്പം ഞങ്ങളിത് 4 കൂടിയിട്ട് ഓട്ടോയിൽ പോവുകയാണ്. നടുക്കിലിരിക്കുന്നതാണ് ചേച്ചിയുടെ മോൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, ടൂർ പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജോയി എന്ന് പറഞ്ഞ ചേട്ടനെ വണ്ടി വിളിച്ചിട്ട് പോയത് കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഓട്ടോക്കാരനാണ്. അപ്പോൾ സ്കൂളിലൊക്കെ എത്തിയപ്പോൾ കുഞ്ഞാറ്റയുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അടുത്തിരുന്ന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ മറ്റേ ഛർദിയുടെ ഗുളിക വേണ്ടവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാനും കൊടുത്തോളാൻ പറഞ്ഞു, കാരണം ഛർദിക്കാറുണ്ടല്ലോ സാധാരണ. അപ്പോൾ അതുകൊണ്ട് ഛർദിയുടെ ഗുളിക കഴിച്ചു. ഇപ്പോൾ ടീച്ചർ കൊടുത്തപ്പോൾ അവൾ വേഗം ഇണിഞ്ഞ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവർക്ക് പോകാനുള്ള ബസ്. കുട്ടികളിനൊക്കെ ടീച്ചർ വരിവരിയായിട്ട് നിർത്തി കയറ്റുന്നുണ്ട്. ഇതിന്ന് അവർ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം പിന്നിലാണോ സൈഡിലാണോ എവിടെയും നിൽക്കണമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരെ കയറ്റുന്നുണ്ട്. കുഞ്ഞാറ്റതാ വന്ന് കയറുന്നു. ഞാൻ അടുത്ത് നിൽക്കുന്നൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവളെ പേര് വിളിച്ചപ്പോഴാണ് അവൾ എനിക്ക് ടാറ്റ കാട്ടിയിട്ട് കയറിയത്. എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ, ഭയങ്കര ത്രില്ലാണല്ലോ. അപ്പോൾ കുഞ്ഞനും കയറുന്നുണ്ട്. അപ്പോൾ 1 കയറി, 2 കയറിയത് മോൻട്ടാ, ചേച്ചിയുടെ മോൻ. അപ്പ കയറിയതാണ് മോൻട്ടാ. അപ്പോൾ അവരൊക്കെ കയറി. ഇനി ഇഷ്ടംപോലെ പിള്ളേരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ആദ്യം തന്നെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ട്, അപ്പോൾ അവൾ അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. എന്നോടത് തുറക്കാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കകത്ത് കയറി തുറക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ തുറന്നിടില്ല, കാരണം അത് വലിയ ഒരു ജനാലയാണല്ലോ. അപ്പോൾ കുഞ്ഞനും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. രണ്ടുപേരും 2 സൈഡിലായിരുന്നു. കുഞ്ഞൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് അതിനിടയിലൂടെ തലപൊക്കി കാണിക്കുന്നവൻ. ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഫോട്ടോ എടുക്കുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എടുത്തു കുഞ്ഞാറ്റ കൈ പുറത്തിടരുതിട്ടാ, തലേ ആരെങ്കിലും കാണുമ്പോ ടാറ്റൊന്നും കൊടുക്കരുത്. ടീച്ചറോട് കുറച്ച് തുറന്നായെന്ന് പറ. പറ്റുകയും ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവർ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അടച്ചിടാൻ. കുറച്ച് അവരുടെ ടൂർ പോകാൻ വേണ്ടി വണ്ടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കാച്ചിട്ട് മുന്നിൽ നിൽക്കുക. നേരെ 9:30 8:45 പോകുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ വേഗം തിക്കിനിരക്കൊക്കെ അടിച്ച് ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊക്കെ പോകുന്നു. പക്ഷെ ലേറ്റായി, എനിക്കും പോകാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം അവരെന്തായാലും വരട്ടെ. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നീങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പുറത്ത് വന്ന് നിൽക്കണം കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അത് പോണത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിച്ച് പൊളിച്ചാണ് ഇപ്പോൾ തന്നെ പോണത്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് അത് പാട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നു. കുഞ്ഞ് അപ്പുറം സൈഡിലായിരുന്നു, അവന് ടാറ്റ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ അവർ പോയി. എനിക്കെന്താവും അവർ പോണതിന് വിഷമം പറഞ്ഞു. അപ്പോൾ ഓക്കെ കേട്ടോ, ഞാൻ ജോലിക്ക് പോട്ടെ. ഹായ്. അപ്പോൾ ഞാനങ്ങനെ ജോലി കഴിഞ്ഞ് എത്തിയിട്ടാ. അവർ വരുമ്പോൾ 6:30 ആവുമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 6:30 ആകുമ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ 6:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോകണില്ല, ചേച്ചിയാണ് പോണത്. അവൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതിലാണ് വരിക. അപ്പോൾ കാലത്ത് ഞാൻ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ വൈകുന്നേരം അവൾ കൊണ്ടിട്ടെ. അങ്ങനെയല്ല കേട്ടോ, അവൾ എന്തായാലും അതിലേ വരിക, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇനി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ കയറി, ഇവിടെ കയറി. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും അവർ വരട്ടെ. ഓക്കെ. ടൂറൊക്കെ കഴിഞ്ഞെത്തി. ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരാൾ അവിടെ കട്ടിലിൻ്റെ മേലെ കിടക്കുന്നുണ്ട്. ക്ഷീണിച്ചു. ഇപ്പം തന്നെ നാളെ സ്കൂളിൽ പോകില്ല പറഞ്ഞിട്ടാണ് കിടക്കണത് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനിനി സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആദ്യം പറഞ്ഞ പോലെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ. എന്താ കുഞ്ഞാറ്റെ? സീ യു. ഇങ്ങോട്ടോ. ഹായ് ബൈ.